മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അലീനനെ കുറിച്ചുള്ള സംശയങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന മാലതിയും നമ്മുടെ ഗംഗാട്ടനും. ഗംഗാധരൻ അത്രയ്ക്ക് സംശയമില്ലെങ്കിലും മാലതി കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം അച്ഛനാണ് പോയി കൊണ്ടുവന്നതെന്ന് അറിഞ്ഞതോടുകൂടി അച്ഛൻ എന്തിനു കാര്യം അത്രയ്ക്ക് വഴി അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ ഈ കോട്ടയത്തോ ഇടുക്കിയിലോ ഒന്നും ഇല്ലാത്തതാണോ ഹോം നേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗംഗാധരനോട്. അപ്പോൾ ഗംഗാധരൻ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ പറയുന്നുണ്ട്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അന്ന് 22 വർഷങ്ങൾക്ക് മുന്നേ വൈജ പ്രസവിച്ചിട്ട് അനാഥാലയത്തിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞാണ് അലീന എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അതെ, എനിക്കതൊന്ന് സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ആകെ ഞെട്ടി നിൽക്കുന്നൊരു ഭാഗമാണ് ഈ പ്രൊമോയിൽ ആ ഭാഗത്ത് കാണിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അവിടെ ചെല്ലുമ്പോഴും ബാലചന്ദ്രൻ കാണാനൊന്നും കൂട്ടാക്കുന്നില്ല. കാരണം കൈതയ്ക്കൽ മാളിക വീട്ടിലെ ഒരാളും കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഗംഗാധരനോ വൈജയന്തിയോ ആരും കാണണ്ട. അതിനിടയിൽ പിന്നീട് വൈജയന്തി വിഷമം പറയുന്നു, നാട്ടുകാർ വഴി കൂടെ പോണവർക്ക് കാണാം, മക്കൾക്ക് കാണാം, സഹോദരിയുടെ ഭർത്താവിന് കാണാം, എനിക്ക് മാത്രം ഭ്രഷ്ട്. എന്താണ് അതിന് കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബാലേന്ദ്രൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ സ്വഭാവം നല്ലതാണോ എന്നെടുത്ത വഴിക്ക് ചോദിക്കുന്നു ഗംഗാധരൻ വൈജയോട്. വൈജ ആകെ ഞെട്ടി പടഞ്ഞിങ്ങനെ നമ്മുടെ ഗംഗാധരൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. പറയ്, നിൻ്റെ സ്വഭാവം നല്ലതാണോ? നീ ആദ്യം നിന്നെ നിയന്ത്രിക്കാൻ നോക്ക്, നിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്ക്. നീ ആരെന്നുള്ള ബോധം നിൻ്റെ മനസ്സിൽ വേണം. നീ മുൻപ് ആരായിരുന്നു എന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇത്രയ്ക്കും അഹങ്കാരത്തോടെ പെരുമാറില്ല വൈജയൻ. നിനക്ക് ഈ ഭൂമിയിൽ ആരോടും സ്നേഹമില്ല, ആരോടും അലിവില്ല, ആരോടും ആരെയും സ്നേഹിക്കാൻ അറിയില്ല. ബാലേന്ദ്രൻ ഇത്ര നാൾ നിൻ്റെ അടിമയെ പോലെ കഴിഞ്ഞില്ലേ? ഇപ്പം അയാൾ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈജയന്തി ആകെ വിഷമിച്ച് കണ്ണൊക്കെ തുടച്ചിങ്ങനെ പോകുന്നതാണ് പ്രൊമോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.